അങ്കിൾ. നിങ്ങൾ ടേസ്റ്റ് ഓഫ് കേരളയിൽ നിന്നാണ്. എൻ്റെ ഒരു സാര. എന്നെ കണ്ടിട്ടുണ്ടോ? അറിയോ? വരുന്ന അറിയായിരുന്നോ? അഞ്ചേച്ചിയുടെ ആരാണ്? ഫാദറാണ്. അപ്പൊ അഞ്ചേച്ചി എവിടെ? എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യൽ ഐറ്റം ആണ്. ആണോ? നെയ്മീൻ ഫ്രൈ ആണോ? എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അങ്കിളിന് അറിയൂടാ. അങ്കിൾ ചുമ്മാ അറിയാം ഫ്രൈ ആന്നൊക്കെ. എന്താ നമുക്ക് ആദ്യമായിട്ട് കാണാം. അപ്പൊ അങ്കിളും വരണം ടേസ്റ്റ് ചെയ്യാൻ. ഓക്കെ ഓക്കെ അങ്കിൾ, ബൈ. ഇപ്പൊ നമ്മൾ പനിച്ചേച്ചിയുടെ കിച്ചണിലാണ്. ചേച്ചി പിന്നെ എന്താ നമ്മൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്? നമ്മള് നെയ്മീൻ വറുത്തരച്ച കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിനാവശ്യമായിട്ട് ആദ്യം നെയ്മീൻ വേണം. നെയ്മീനിൽ നമ്മൾ മസാല പുരട്ടാനായിട്ട് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി വേണം, പിന്നെ വിനാഗിരി, ഉപ്പ്. ഇത്രയും മഞ്ഞൾപ്പൊടി, ഉപ്പ്, വിനാഗിരി. അപ്പൊ ഈ 4 സാധനങ്ങളും ഇതിനകത്ത് തേച്ച് നമ്മൾ പുരട്ടി ഒരു 2 മണിക്കൂർ വെക്കണം. 2 മണിക്കൂർ വെക്കണം. വെച്ച ശേഷമാണ് നമ്മൾ ഇത് വറുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് ഈ കറി. അപ്പൊ നമുക്ക് മിക്സ് ചെയ്യാം. നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ നമ്മള് നെയ്മീനാണ് യൂസ് ചെയ്യുന്നത്. നെയ്മീൻ ആദ്യം പാത്രത്തിലേക്ക് ഇടുന്നു. നെയ്മീൻ മാത്രമാണോ ഇതിൽ യൂസ് ചെയ്യുന്നത്? അല്ലല്ല, ദശക്കട്ടിയുള്ള എന്ത് മീൻ വേണേലും, മോദ, പിന്നെ കാളാഞ്ചി, അങ്ങനെ ദശക്കട്ടിയുള്ള എന്ത് മീൻ വേണേലും ഇതിൽ യൂസ് ചെയ്യാം. പിന്നെ ഇതിപ്പോ 1/2 കിലോ മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നല്ല എരിവാണോ ഇത് ചേച്ചി? നല്ല സ്പൈസിയാണ്. പിന്നെ ഉപ്പ്. വിനീഗർ ഒഴിച്ചു. വളരെ സിമ്പിൾ ആണ്. മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, വിനീഗർ ഇത്ര ഒഴിച്ച് നന്നായിട്ട് എരിവ് അധികം ആവശ്യമില്ലാത്തവർക്ക് കുറയ്ക്കാം. അപ്പൊ നമ്മള് മസാല പുരട്ടി വെച്ചിരിക്കുകയാണ്. 2 hours വെക്കണം. 2 മണിക്കൂർ പുരട്ടി വെച്ചതിന് ശേഷം നമ്മളിത് ഫ്രൈ ചെയ്യണം. നമ്മൾ ഒത്തിരി ഡീപ് ഫ്രൈ വേണ്ട, ഷാലോ ഫ്രൈ ആണ്. ഒരുപാട് മൊരിയണ്ട. ഞാനിപ്പോൾ ഇത് 2 മണിക്കൂർ പുരട്ടി രാവിലെ വെച്ചതാണ്. അപ്പം മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഇനി യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ടാണ് ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ഇനി കറിയാക്കുന്നത്. അപ്പൊ നമുക്കിനി ഫ്രൈ ചെയ്യണം അല്ലേ? അപ്പൊ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. നന്നായിട്ട് മൊരിയണം. ജസ്റ്റ് ഒന്ന് ഒരു സൈഡും ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ അപ്പുറത്തെ വശത്തേക്ക് ഒത്തിരി ഡാർക്കായിട്ട് നമ്മൾ ഫിഷ് സാധാരണ ഫ്രൈ ചെയ്യുന്ന അത്രയും നമ്മൾ മൊരിയണ്ട. കറി വെക്കാനുണ്ട്. അതിൽ ഒത്തിരി പൊടിഞ്ഞു പോകും. ഒത്തിരി ഇനി വേകേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പൊ ലൈറ്റായിട്ടൊന്ന് മൊരിഞ്ഞാൽ മതി. മൊരിഞ്ഞിട്ടുണ്ട്, മതി. തീ ഓഫ് ചെയ്യാം. നമ്മളിങ്ങനെ ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ വറുത്തിട്ട് എടുക്കുവാണ്. സാധാരണ ഫ്രൈ ചെയ്യുന്നവന് അത്രയും ആക്കിയിട്ടില്ല. ലൈറ്റ് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തു. ഇത്രയും മതിയല്ലോ. അപ്പൊ നമ്മുടെ കറിക്കും ഇത്രയും മതി. ഓക്കെ, ഇതാണ് ഫ്രൈ ചെയ്തൊരു ഫൈനൽ അല്ല, നമ്മളുടെ ഒരു ആദ്യത്തെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് ആയി. ഇനി നമ്മുടെ അടുത്ത ഘട്ടം അതെന്തായിരുന്നു? ഇനിയിപ്പോ നമ്മള് തേങ്ങ വറക്കണം. തേങ്ങ വറുത്തരച്ചുള്ള കറി ആയതുകൊണ്ട് ഫസ്റ്റ് തേങ്ങ കൺട്രോൾ പോകുന്നു. ഞാൻ മാറ്റി വെക്കട്ടെ. വറുത്ത് കോരിയിട്ടുണ്ട്. ഇത് തന്നെ ഇങ്ങനെ കഴിച്ചാൽ മതിയല്ല? വേണമെങ്കിൽ മണം പിടിച്ച് 2-3 പേര് വന്നിട്ടുണ്ട് ഇവിടെ. വരും. മീൻ ഇഷ്ടമാണോ? ഞാൻ ചേച്ചിയുടെ മോനാണ്, മൂത്ത മോനാണ് റോവിൻ. ഇത് ഇത്രയും മീൻ എത്രയാണോ യൂസ് ചെയ്യുന്നത് ആ അളവിനാണ് നമ്മൾ തേങ്ങ എടുക്കുന്നത്. അപ്പൊ നമ്മളിപ്പം ആവശ്യത്തിന് എത്ര കറിയാണോ ഉണ്ടാക്കുന്നത് ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് തേങ്ങ. ഇതിപ്പം ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അരമുറി തേങ്ങ നല്ല ചെറുതായിട്ട് ചുരണ്ടി എടുക്കാം. നന്നായിട്ട് ബ്രൗൺ ആവണം. കുറച്ച് സമയം എടുക്കും. നമ്മൾ സിമ്മിൽ വെച്ച് ഹൈയിൽ വേണ്ട, തീ കുറച്ച് വെച്ചിട്ട് നല്ല ബ്രൗൺ കളർ ആവണം. കുറച്ച് ബ്രൗൺ ആകാൻ തുടങ്ങുന്ന സമയത്ത് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ, ഒരു ചെറിയ സ്പൂൺ.
വെൽക്കം ബാക്ക്. നമ്മൾ തേങ്ങ ഇങ്ങനെ നന്നായിട്ട് വറുത്തോണ്ടിരിക്കുകയാണ്. ബ്രൗൺ കളറായി. ഇനി ആയല്ലോ ചേച്ചി. ഓക്കെ, ഇനി ഇത് നല്ല ബ്രൗണായി. ഇനി തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ശേഷം തണുത്ത ശേഷം നന്നായിട്ട് അരയ്ക്കുക. തണുത്തതിന് ശേഷമാണ് അരയ്ക്കുന്നത്. നന്നായിട്ട് അരയ്ക്കുക. അല്ല, ഓക്കെ. ഇത് തേങ്ങ ചിരവുമ്പോൾ നല്ല ചെറിയ പീസായിട്ട് തന്നെ നല്ല കുഞ്ഞായിട്ട് ചിരണ്ടുവാണെങ്കിൽ അത്രയും നല്ലത്. വേഗം ബ്രൗൺ ആവുകയും ചെയ്യും. അരയ്ക്കുമ്പോഴത്തേനാണേലും നല്ല വേഗത്തിൽ അരയുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്കിനി അരയ്ക്കാം. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമ്മളപ്പോ തേങ്ങ നന്നായിട്ട് വറുത്ത് ബ്രൗൺ കളറായി വറുത്ത് കഴിഞ്ഞിട്ട് തണുത്ത ശേഷം നന്നായിട്ട് നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയി. ഇടയ്ക്ക് നമ്മൾ വറക്കുന്നതിന് ഇടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തായിരുന്നു. വെളിച്ചെണ്ണ 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തായിരുന്നു. ഓക്കെ. ചേച്ചി എത്ര നാളായി കുക്കിംഗ് ഒക്കെ കാര്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്? കുക്കിംഗ് ഞാൻ കല്യാണത്തിന് മുമ്പൊന്നും അങ്ങനെ ചെയ്യത്തൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എൻ്റെ മമ്മി നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുമായിരുന്നു. കല്യാണം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ അമ്മയാണ് എല്ലാ സപ്പോർട്ടൊക്കെ ചെയ്യാനും. ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നതും ചെയ്യുന്നത്. അവരാണ് നല്ല സപ്പോർട്ട്. മമ്മി ഇപ്പോൾ കോയമ്പത്തൂരാണ്. അപ്പം എന്തായാലും ചേച്ചി കല്യാണത്തിന് മുമ്പ് കുക്ക് ചെയ്യാണ്ടിരുന്ന് കല്യാണം കഴിഞ്ഞതിന് ശേഷം കുക്കിംഗ് തുടങ്ങിയ ആളാണ്. ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു നേരത്തെ. എൻ്റെ മമ്മി നല്ല ഫുഡൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ട് അധികം കയറേണ്ട ആവശ്യമില്ലല്ലോ. അമ്മമാരുള്ളപ്പോ എന്തിനാ കുട്ടികൾ അടുക്കളയിൽ കയറുന്നത്? പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴത്തേന് മമ്മി ചെയ്യാനൊക്കെ പറയും. മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യും. ഇനി എന്താ ചെയ്യണം അടുത്തത്? ഇനിയിപ്പം നമുക്കിനി കറിക്കുള്ള മസാലയൊക്കെ ചെയ്യാം. അപ്പൊ നമ്മൾ തേങ്ങ അരച്ചു കഴിഞ്ഞു. ഇതിൽ നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ യൂസ് ചെയ്തായിരുന്നു അരയ്ക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി വെള്ളം ചേർക്കാണ്ടാണ് അരച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മസാല ഉണ്ടാക്കുമ്പോൾ ഈ ഉള്ളി അതെല്ലാം വഴറ്റാണ്. അപ്പൊ നമുക്കിനി അങ്ങോട്ട് ചട്ടിയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? മൺചട്ടി യൂസ് ചെയ്യുന്ന ഏറ്റവും മൺചട്ടി ഈസ് ദ ബെസ്റ്റ്. അപ്പൊ നമ്മൾ ഇനി മസാല ചെയ്യുന്നത് ഉപ്പ്, പിന്നെ പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന തേങ്ങ ഇതായത്, പിന്നെ പുളി, പിന്നെ വെളിച്ചെണ്ണ, സവാള, പിന്നെ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? ചട്ടി ചൂടായി. നമ്മൾ ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ചട്ടിയിലാണ്. അതല്ലേ അതിന്റെ ടേസ്റ്റ് മീൻ ഉണ്ടാക്കുമ്പോൾ. ടേസ്റ്റ്. നമ്മൾ ആദ്യം വെളുത്തുള്ളി ഇഞ്ചി രണ്ടും അരച്ച് വെച്ചിരുന്നത് 1 ടേബിൾ സ്പൂൺ, മൊത്തം 1 ടേബിൾ സ്പൂൺ വരുന്ന പോലെ അത് നമ്മൾ ആദ്യം വെളിച്ചെണ്ണയിൽ ഇടുവാണ്. ആ പച്ച മണം മാറാനാണ് നമ്മളിത് ഫസ്റ്റ് ഇടുന്നത്. പിന്നെന്താ? പിന്നെ അടുത്ത് സവോള ഇടണം. ആയോ? അത് ബ്രൗൺ ആവണം? ഇല്ല, കുറച്ച് ബ്രൗൺ ആവണ്ട, എന്നാലും കുറച്ച് പച്ചമണം മാറണം. പിന്നെ സവാള ഇടുവാണ്. എത്രയാ ഇത്? ചെറിയ സവോള ഒരു 4 സവോള നല്ല നൈസായിട്ട് അരിഞ്ഞത്. ചെറിയ സവോള എടുത്തിരിക്കുന്നത് 4 എണ്ണം ഉണ്ട്. കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞത്. അപ്പൊ നമ്മൾ 8 പച്ചമുളക് ഇട്ടിരിക്കുന്നത്. എരിവ് വേണമെന്നില്ലാത്തവർക്ക് കുറയ്ക്കാം. ഓക്കെ. പക്ഷെ നമുക്ക് വേറെ എരിവൊന്നും ഇല്ല, മുളക് പൊടി ഒന്നും ചേരാത്തതുകൊണ്ട് പച്ചമുളക് തന്നെയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ചേരേണ്ടത്. ഇനി അടുത്ത തക്കാളി. പച്ചമുളക് ഒന്ന് വാടി വരുമ്പോഴത്തേന് തക്കാളി 3 തക്കാളിയാണ്, ചെറിയ 3 തക്കാളി. അല്ല 3 അങ്ങനെ പുളിപ്പ് അധികം ഇല്ല, പുളിപ്പില്ലാത്ത തക്കാളിയാണ് നമ്മൾ ചേർക്കണം. കാരണം കുടംപുളി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചെറിയ തക്കാളിക്ക് പുളിപ്പ് കുറവായിരിക്കും? അങ്ങനെയൊന്നും ഇല്ല, 3 എണ്ണം ഞാൻ ചെറുതെടുത്തേ ഉള്ളൂ. ചെറിയ തക്കാളി 3 എണ്ണം. എന്തൊരു കളർഫുൾ അല്ലേ ഇതൊരു. ആക്ച്വലി എല്ലാ വീടുകളിലും ട്രഡീഷണൽ ആയിട്ട് ഇടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. തക്കാളി അല്ലേ? അതെ. ഉള്ളി, പച്ചമുളക്. ഇതിന് തന്നെ ഡിഫറൻറ്റ്. നമ്മൾ സാധാരണ കോഴിക്കറിയൊക്കെയാണ് വറുത്തരച്ച് വെക്കുന്നത്. മീൻ സാധാരണ പറ്റിച്ച് അല്ലെങ്കിൽ പച്ചത്തേങ്ങയൊക്കെ അരച്ചാണ് ചേർക്കുന്നത്. ഇതിന് തന്നെ നമ്മൾ വറുത്തരച്ചാണ് വെക്കുന്നത്. തീയലിൻ്റെ, പക്ഷെ തീയലിൽ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഈ തേങ്ങയുടെ കൂടെ മിക്സ് ചെയ്യും. ഇത് വെറുതെ തേങ്ങ അരച്ച് ഇടുവാണ്.
മീനിന്റെ ടേസ്റ്റ് വരാനായിട്ട് കൊടംപുളി വരുന്നുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ചിലവർ കൊടംപുളി ചേർക്കാറില്ല, എന്നാലും മീനിന് നമ്മൾ കൊടംപുളി ചേർക്കും. കൊടംപുളിയാണ് മെയിൻ. ഒത്തിരി പുളി കുറവുള്ളവർ തക്കാളി വേണമെങ്കിൽ കുറയ്ക്കുക. 2 തക്കാളി ആക്കിയിട്ട് നമ്മൾ പുളി ചേർത്താൽ മതി. പിള്ളേർക്കൊക്കെ ഇതാണോ ഇഷ്ടം? എരിവൊക്കെ ഇഷ്ടമുള്ള? എരിവൊക്കെ ഇഷ്ടമാണ്. എങ്കിലും നമ്മൾ കുട്ടൂസിനെതിരായിട്ടും കണ്ടില്ലല്ലോ. കുട്ടൂസ് അവിടെ കളിച്ചോണ്ട്. കുട്ടൂസ് 2.5 വയസ്സുള്ള മോനാട്ടോ, ഭയങ്കര കുട്ടൂസാണ്. അപ്പൊ നമ്മള് നെയ്മീൻ വറുത്തരച്ചാണ് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം ആദ്യം തേങ്ങയൊക്കെ നല്ലതായിട്ട് വറുത്തരച്ചു. പിന്നെ നമ്മളിപ്പം അതിന്റെ മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മസാലയിൽ നമ്മൾ ആദ്യം വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതായത് 1 ടേബിൾ സ്പൂൺ അതിട്ടു. പിന്നെ നമ്മള് സവാള 4 ചെറിയ സവാള നന്നായിട്ട് തിന്നായിട്ട് അരിഞ്ഞതിട്ടു. പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ടു. പച്ചമുളകിൽ തന്നെ 8 എണ്ണ ഇട്ടു. പിന്നെ കറിവേപ്പില കുറച്ച്. കറിവേപ്പില കൂടുന്നതനുസരിച്ച് അതിന്റെ ടേസ്റ്റും കൂടും അല്ലെ. അപ്പൊ പിന്നെ എന്തായിരുന്നു? തക്കാളി ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇടാനുള്ള മഞ്ഞൾപ്പൊടി നമ്മൾ മീനിൽ ഓൾറെഡി വറുക്കാനായിട്ട് യൂസ് ചെയ്താണ്. ഒരു കാൽ സ്പൂൺ ഇട്ടാൽ മതി. ലാസ്റ്റ് ഇപ്പൊ ഇട്ടത് മഞ്ഞൾപ്പൊടി. നന്നായിട്ട് പിന്നെയും വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊന്നും ഇല്ലല്ലോ, ഇനി ഇതിടണം. ഇപ്പം മസാല തേങ്ങ വറുത്തരച്ച് വെച്ച് കൂട്ട്. പിന്നെ പുളി ഇട്ട ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് തിളച്ച ശേഷമാണ് നമ്മൾ കുളമ്പുളി. നമ്മളിപ്പോ ചെയ്യുന്നത് വെള്ളം ഒഴിക്കാൻ പോവാണ്. 1 കപ്പ് വെള്ളം അല്ലേ? അല്ല, ഇതിനൊരു കപ്പല്ല മോളെ, അത് ഇതൊരു കപ്പല്ല. ആവശ്യത്തിന് വെള്ളം. ആവശ്യത്തിന്. ഒത്തിരി നീണ്ടു പോകണ്ട, കുറുകിയ പരും. അതിപ്പം നമ്മൾ ചോറിന് യൂസ് ചെയ്യാം. മെയിനായിട്ട് ചപ്പാത്തിക്കൊക്കെ ആയിരിക്കും നന്നായിരിക്കുന്നത്. ചപ്പാത്തി, പൂരി, പിന്നെ അപ്പം. അപ്പൊ ഇനി പുളി ഇടാം. ഇപ്പൊ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ പുളി ഇടുന്നത്. വെള്ളം തിളയ്ക്കുന്ന സമയത്താണ് നമ്മൾ പുളി ഇടുന്നത്. ഇതിപ്പം 4 കഷ്ണം ചെറിയ പുളിയാണ്. ഇട്ടോളൂ. നമ്മൾ പുളി ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് തിളയ്ക്കണം. ഡ്രൈ ആവേണ്ടവർക്ക് ഡ്രൈ ആകാം. നല്ല മസാല പൊതിഞ്ഞങ്ങനെ ഇരിക്കുന്ന ചാറ്. ഇപ്പം ചോറിനൊക്കെ ആണെങ്കിൽ കുറച്ച് ചാറ് വേണമല്ലോ, അങ്ങനെ ചേർക്കാം. ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് മസാല ഇങ്ങനെ. അപ്പൊ നമ്മുടെ മീനിന്റെ മസാല ഇങ്ങനെ നന്നായിട്ട് തിളച്ചു കഴിഞ്ഞു. പുളിയുടെ ഒക്കെ ഇറങ്ങി, നല്ല ഫ്ലേവേഴ്സ് എല്ലാം ഇറങ്ങി കഴിഞ്ഞു. നമ്മൾ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തു. ബിക്കോസ് നമുക്ക് അത്രയും തിക്ക് ഗ്രേവി അല്ല വേണ്ടത്, കുറച്ച് ലൂസ് ആയിട്ടുള്ള ഗ്രേവിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ പുളി ഇറങ്ങിയത് കൊണ്ട് ഈ മീനിൽ നന്നായിട്ട് പിടിക്കും. അതുകൊണ്ടാണ് പുളി കുറച്ച് നേരം ഇട്ട ശേഷം തിളയ്ക്കാട്ടെ എന്ന് പറഞ്ഞത്. നമ്മൾ മീൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് അതൊന്ന് പറ്റണം. അപ്പൊ അതിനാണ് ഇപ്പൊ നമ്മൾ കുറച്ച് വെള്ളം അധികമാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ മീൻ ഇടാൻ പോവാണ്. വറുത്ത മീൻ. അപ്പൊ ബേസിക്കലി വെള്ളത്തിന്റെ അളവ് ഇത്രേ ഉള്ളൂ. മീനല്ല, ആ വെള്ളത്തിൽ ഒന്ന് ചെറുതായിട്ട് മുങ്ങിക്കിടങ്ങിരിക്കണം. മീൻ മുങ്ങിച്ചാവുന്ന പോലെ നമ്മൾ വെള്ളം. നമ്മളിപ്പോ ഇനി മീൻ ഇട്ടു. ഇനിയിപ്പോ സിമ്മിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സിമ്മില് അടച്ചു വെച്ച് വേവിക്കാം. ഓക്കെ. അപ്പൊ ഇനി ഒരു 10 മിനിറ്റ് നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അടപ്പ് നോക്കൂ. നല്ലൊരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ്. ഫുൾ മൺകലവും മൺചട്ടിയും മൺമൂടി. നമ്മളിപ്പോ മീൻ നോക്കാനായിട്ടേ സ്പൂൺ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം മീൻ പൊടിയാൻ ചാൻസ് ഉണ്ട്, എന്ത് മീൻ കറിയാണേലും. അപ്പൊ നമ്മളൊന്ന് ചട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പൊ അടിക്കും പിടിക്കത്തില്ല. അതാണ് ഏറ്റവും നല്ല മീൻ കറിക്ക്. പൊടിയാതിരിക്കുകയാണെങ്കിൽ ഫ്രൈ ചെയ്താണ്. അപ്പം കുറച്ചല്ലേ ഫ്രൈ ചെയ്തിട്ടുള്ളൂ, അപ്പൊ പൊടിയാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പൊ ഒന്ന് ഏത് മീൻ കറി ആണെങ്കിലും ചുറ്റിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അപ്പൊ അതൊരു ടിപ്പാണ്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കടുക് താളിക്കാൻ പോവാണ്. ഇത് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് ആണ് നമ്മുടെ മീനിന്റെ. നമ്മളിപ്പോ താളിച്ചു കഴിഞ്ഞു. താളിക്കാനായിട്ട് നമ്മളിപ്പോ കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് താളിച്ച് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു. അടച്ചു വെച്ചിരിക്കുകയാണ്. 5 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് സെർവ് ചെയ്യാം അല്ലേ.
നെയ്മീൻ വറുത്തരച്ചത് റെഡി. എല്ലാ കൺട്രോളും പോയി. പ്ലീസ് ഒന്ന് സെർവ് ചെയ്ത് തരുമോ ഒരു പ്ലേറ്റ്? നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? ഇതിന്റെ കൂടെ കഴിക്കാൻ വല്ലതും ഉണ്ടോ ചേച്ചി? കപ്പയുണ്ട്, കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. കപ്പയോ? ഇത് എവിടെ നിന്ന് കപ്പ? പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കിയിട്ട് പോയല്ലേ? രാവിലെ ഉണ്ടാക്കി വെച്ചു. ഓക്കെ, ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പം നമ്മളുടെ മീൻ കറി റെഡി. ഇനി എന്താ നമ്മൾ ഇനി കപ്പ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല മിക്സ് ചെയ്ത് കഴിച്ചോ. ചേച്ചിക്ക് വേണ്ട? ഇല്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. അപ്പം നമ്മളുടെ കപ്പയും നല്ല മീൻകറി, വറുത്തരച്ച മീൻകറി. വറുത്തരച്ച മീൻകറി ഒരു പീസ് എടുക്കട്ടെ കേട്ടോ. ആഹാ, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. സൂപ്പർ, ആഹാ സൂപ്പർ ആയിട്ടുണ്ട് ചേച്ചി. ഒരു ഞായറാഴ്ച ദിനം ഇങ്ങനെ തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. കുറച്ച് സമയം എടുത്ത് ഉണ്ടാക്കിയെങ്കിൽ എന്താ, എനിക്ക് ഉള്ളിയൊക്കെ ഭയങ്കര ഇഷ്ടമായി. ആ ഗ്രേവി ഉണ്ടല്ലോ വറുത്തരച്ചതായതുകൊണ്ട് നമ്മളിപ്പോൾ കുറച്ച് ലൂസാക്കിയിട്ടുണ്ട്. ഇനിയും ലൂസാക്കുവാണെങ്കിൽ ചപ്പാത്തിക്കൊക്കെ കറക്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും. അടിപൊളി. നിങ്ങൾ എല്ലാവരും ഇപ്പം തന്നെ കുറച്ച് മീനൊക്കെ വീട്ടിൽ വാങ്ങിച്ചിട്ട് എഴുതിയെടുത്തവരെല്ലാവരും ഇത് തന്നെ ഉണ്ടാക്കുക. സൂപ്പറായിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി അപ്പം തന്നെയാണ് എടുത്തത്. ആക്ച്വലി കുറച്ചു നേരം കൂടി വെക്കണം അല്ലേ? മീൻകറി കുറച്ചു നേരം കൂടി വെച്ചാൽ അതിന്റെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു. ഇത് പിന്നെ വേറെ കാര്യം, 2-3 ദിവസം ഇരുന്നാലും ചീത്തയാവത്തില്ല തേങ്ങ വറുത്തരച്ചത് കൊണ്ട്. പിന്നെ നമ്മൾ ട്രാവലൊക്കെ പോകുമ്പോൾ ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയ കറിയാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ, സത്യം പറയാതെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതും കപ്പ എവിടെ നിന്നൊക്കെയോ ഒരു കപ്പയൊക്കെ വന്നു. അപ്പൊ ഞാൻ ഇതൊരു അടിപൊളി ഒരു ലഞ്ചായിട്ട് ഞാൻ ഇത് കഴിക്കാൻ പോവാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളുടെ നെയ്മീൻ വറുത്തരച്ചതാണ് നമ്മൾ ഉണ്ടാക്കിയത്. നല്ല എരിവ് എല്ലാം ഉണ്ട്, പുളി എല്ലാം ഉണ്ട്. ആൻഡ് അടുത്ത ആഴ്ച ഇതേപോലെ ഒരു എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം സേറ ആൻഡ് അനു.